Hi everyone, welcome to Maxion's HSST previous year question discussion series. ഇപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 6ലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ടോപ്പോളജി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ മാക്സിയോണിന്റെ HSSTയുടെ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മോർ ഡീറ്റെയിൽസിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അപ്പം ലേറ്റ് ആയി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ എക്സാം സീരീസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി HSSTയുടെ എക്സാം ഓൺലൈൻ എക്സാം ആണ്. സോ നമ്മുടേതും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾക്ക് വരുന്നത് ഒരു എക്സാക്ട് ഒരു ഡെമോ ടൈപ്പിൽ തന്നെയാണ് നമ്മുടെ എക്സാം സെക്ഷൻസ് വരുന്നുണ്ടാവുക, വിത്ത് പ്രോപ്പർ ടൈമർ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ. സോ ഇതുവരെയുള്ള എക്സാംസ് എല്ലാം നിങ്ങൾക്ക് അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമ്മൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് ഇഫ് D is from M cross M to closed zero open infinity defined by D of AB is equal to determinant of A minus determinant of B യുടെ മോഡുലസ് ആണ് for all AB belongs to M where M is the set of all n by n matrices over R. അങ്ങനെയാണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന ഡിഫൈൻ ചെയ്തിരിക്കുന്ന D എന്ന് പറയുന്നത് ഒരു മെട്രിക് ആണോ അതൊരു സ്യൂഡോ മെട്രിക് ആണോ എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. ബോത്ത് ഓർ നൺ ഓഫ് ദസ് എന്നൊക്കെയാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത്, അല്ലേ? സോ എന്താണ് ഒരു മെട്രിക്? ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് n/n മെട്രിസസിനകത്തുള്ള എലമെന്റ്സ് ആണ്. എയും ബി എന്ന് പറയുന്നത് എന്താണ്? n/n മെട്രിസസ് ആണ്. അതിൽ നിന്നും ഡിഫൈൻ ചെയ്തിരിക്കുന്ന മെട്രിക് മോഡുലസ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അപ്പൊ നമുക്ക് ഒരു മെട്രിക് സ്പേസ് ആവണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്, അല്ലെ? എക്സ് എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ആൻഡ് മെട്രിക് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഫ്രം ഈ ഡി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ, അല്ലെ? മെട്രിക് സ്പേസിനകത്തുള്ള ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എം ക്രോസ് എം, അതായത് എക്സ് ക്രോസ് എക്സിൽ നിന്നും നമുക്ക് 0 ഇൻഫിനിറ്റിയിലേക്കുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ മെട്രിക് എന്ന് വിളിക്കുന്നത്. സച്ച് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് സർട്ടൈൻ കണ്ടീഷൻസ്, അല്ലെ? 3 കണ്ടീഷൻസ് ആണ് നമ്മൾക്ക് ഒരു മെട്രിക് സ്പേസ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവുന്നത്. ഒന്നാമത്തത് എന്താണ്? ഡി ഓഫ് എക്സ് വൈ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് അതിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ഡി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് എന്ത് പറയണം? എക്സ് ഇസ് ഈക്വൽ ടു വൈ ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു എക്സ്, അല്ലെ? ഇപ്പൊ ഇവിടെ നമ്മൾക്ക് എക്സ് എന്ന് പറയുന്നത് എം ആണ്. പിന്നെ തൽക്കാലം ഡെഫിനിഷനിൽ എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മൾക്ക് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഡി ഓഫ് എക്സ് വൈ സിമെട്രിക് ആയിരിക്കണം, അല്ലെ? ഡി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ഡി ഓഫ് വൈ എക്സ് ആയിരിക്കണം ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു എക്സ്. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്താണ്? ഇനീക്വാലിറ്റി, അല്ലെ? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് നമ്മൾക്ക് പറയാം. ഡി ഓഫ് എക്സ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് എക്സ് സെഡ് പ്ലസ് ഡി ഓഫ് വൈ സെഡ് ആയിരിക്കും ഫോർ ഓൾ എക്സ് വൈ സെഡ് ബിലോങ്സ് ടു എക്സ്, അല്ലെ? ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഒരു മെട്രിക് എന്ന് വിളിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് ഈ ഒരൊറ്റ കണ്ടീഷൻ, അല്ലെ? ഈ ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? സ്യൂഡോ മെട്രിക് എന്ന് വിളിക്കും, അല്ലെ? ബാക്കി എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ ഡി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ഇതിനെ അപ്പൊ നമുക്കതൊരു മെട്രിക് ആവില്ല, അല്ലെ? പക്ഷെ മെട്രിക് ആവില്ല. പകരം ബാക്കി എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ സ്യൂഡോ മെട്രിക് എന്നും വിളിക്കും, അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, n/n മെട്രിസസിനകത്തുള്ള 2 എലമെന്റ്സുകൾ അല്ലെങ്കിൽ n/n സെറ്റ് ഓഫ് ഓൾ n/n മെട്രിസസ് ആണ് നമ്മുടെ സെറ്റ് വരുന്നത്. അതിൽ ഡി ഓഫ് എ ബി ഇസ് ഡിഫൈൻഡ് ആസ് മോഡുലസ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അപ്പോ ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾക്ക് ഈ ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താണ്? മോഡുലസ് ഓഫ് സംതിങ് ആണ്, അല്ലെ? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഒരു റിയൽ വാല്യൂ ആയിരിക്കും, അല്ലെ? സം വാല്യൂ ആയിരിക്കും മൈനസ് സം റിയൽ വാല്യൂ, അല്ലെ? സം റിയൽ വാല്യൂ മൈനസ് സം റിയൽ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും നമുക്കൊരു റിയൽ വാല്യൂ ആണ്, അതിന്റെ മോഡുലസ് ആണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെ? അപ്പോ ഒന്നാമത്തെ കണ്ടീഷന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾക്ക് ട്രൂ ആയി, അല്ലെ? പക്ഷേ ഡി ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഡി ഓഫ് എ ബി
ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്താ പറയാൻ പറ്റുക? Determinant modulus of determinant of A minus determinant of B should be equal to 0. അത് രണ്ടും 0 ആവണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? ഡിറ്റർമിനന്റ് ഓഫ് A should be equal to ഡിറ്റർമിനന്റ് ഓഫ് B ആയിരിക്കണം. പക്ഷേ ഡിറ്റർമിനന്റ് ഓഫ് A equal to ഡിറ്റർമിനന്റ് ഓഫ് B does not imply A equal to B ആവണമെന്ന് നിർബന്ധമില്ല. ഉണ്ടോ? സേ ഞാൻ A is equal to the identity എടുത്തു. ഓക്കെ, n by n ആണ്. സോ ഐഡന്റിറ്റി എടുത്തു. B is equal to മൈനസ് ഐഡന്റിറ്റി എടുത്തു അല്ലേ? സോ എയും ബിക്കും നമുക്ക് എന്താണ് ഡിറ്റർമിനന്റ്? നമുക്ക് എന്തായിരിക്കും? സേ 2/2 എടുക്കാം. സേ 2/2 എടുക്കാം. ഓക്കെ, 2/2 എടുക്കുമ്പോൾ 1 0 0 1 ആണ് എൻ്റെ എ എന്ന് പറയുന്നത് അല്ലേ? ബി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? -1 0 0 -1. ഇതിന്റെ രണ്ടിന്റെയും ഡിറ്റർമിനന്റ് നമുക്ക് എന്താ വരുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1 ആണ്. അതേപോലെ ഡിറ്റർമിനന്റ് ഓഫ് ബി ഇസ് ഓൾസോ ഈക്വൽ ടു -1 × -1 is 1. പക്ഷെ എയും ബിയും ഇവിടെ എന്തല്ല? ഈക്വൽ അല്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമുക്ക് ദർ ഈസ് എ പോസിബിലിറ്റി അത് സ്യൂഡോ മെട്രിക് ആണ്. മെട്രിക് ആവില്ല, അപ്പൊ സ്യൂഡോ മെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് ബാക്കിയുള്ള കണ്ടീഷനും കൂടെ നോക്കണം അല്ലെ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? നമ്മൾക്ക് ഡി ഓഫ് എ ബി അല്ലെ? ഡി ഓഫ് എ ബി ഷുഡ് ബി ഈക്വൽ ടു ഡി ഓഫ് ബി ആയിരിക്കുമല്ലോ. കാരണം ഡി ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. അതിന് നമുക്ക് അതിന്റെ മോഡുലസ് വാല്യൂ ആണ്. സോ നമുക്ക് അതിന് തിരിച്ചു എഴുതാം, കാരണം രണ്ടും റിയൽ വാല്യൂസ് ആണ് അല്ലെ? ഡിറ്റർമിനന്റ് ഓഫ് ബി മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. ദാറ്റ് ഇസ് ഡി ഓഫ് ബി എനോട് ഈക്വലന്റ് ആയിരിക്കും അല്ലെ? സോ ദിസ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡി ഓഫ് സം എ ബി അല്ലെ? ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ്? determinant of say modulus of determinant of A minus determinant of B ആണ് അല്ലേ? സോ അതിന് എനിക്ക് എന്ത് ചെയ്യാം? സം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിനിടയിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? സോ ഞാൻ സം സി ഇൻക്ലൂഡ് ചെയ്യുന്നു അല്ലെ? അപ്പം ദിസ് ഇസ് എ റിയൽ നമ്പർ ആൻഡ് ദിസ് ഇസ് എ റിയൽ നമ്പർ അല്ലെ? സോ റിയൽ നമ്പറിനകത്ത് നമുക്ക് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഡയറക്ട്ലി നമുക്ക് എന്ത് പറയാം? ദിസ് മോഡുലസ് ഓഫ് ദിസ് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് സം ഡിറ്റർമിനന്റ് ഓഫ് സി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് സി മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഏത് ഞാൻ ആഡ് ചെയ്തു? സോ ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് സി plus modulus of determinant of C minus determinant of B നോട് equivalent ആയിരിക്കും. ബിക്കോസ് എല്ലാം ഡിറ്റർമിനന്റ് വാല്യൂ ഇസ് എ റിയൽ വാല്യൂ അല്ലെ? റിയൽ വാല്യൂസ് ആണ്. സോ റിയൽ വാല്യൂസിന്റെ കേസിൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈഡ് ആണ്. സോ തേർഡ് കണ്ടീഷൻ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. സോ ഓൺലി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് ഈസ് ഡി ഓഫ് എക്സ് 0 ഇസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യാത്തത്. അങ്ങനെയുള്ള മെട്രിക്കിന് അങ്ങനെയുള്ള എക്സുകളെ നമ്മൾ എന്ത് വിളിക്കും? സ്യൂഡോ മെട്രിക് എന്ന് വിളിക്കും. സോ ഡി ഇസ് എ സ്യൂഡോ മെട്രിക്. ഡി ഒരു മെട്രിക് ആവില്ല, പക്ഷെ നമുക്ക് എന്തായിരിക്കും? ഡി എന്ന് പറയുന്നത് ഒരു സ്യൂഡോ മെട്രിക് ആയിരിക്കും അല്ലെ? സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. Next question, if the metric space X tau is both totally bounded and complete, അങ്ങനെയാണ് എങ്കിൽ അത് കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ കോമ്പാക്റ്റ് ആണോ എന്നാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ? സോ ഒരു എക്സ് ടോ എന്ന് പറയുന്നത് ടോട്ടലി ബൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്? ടോട്ടലി ബൗണ്ടഡ്. സോ ടോട്ടലി ബൗണ്ടഡ് ആവണമെങ്കിൽ ഈ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആ സ്പേസ് എക്സിന് നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കണം? ക്യാൻ ബി കവേർഡ് ബൈ ഫൈനൈറ്റ്ലി മെനി ബോൾസ് അല്ലെ? ഫൈനൈറ്റ്ലി മെനി ബോൾസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ടോട്ടലി ബൗണ്ടഡ് അല്ലെ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൈറ്റ്ലി മെനി ബോൾസ്. അതായത് ഫൈനൈറ്റ് ആയിട്ടുള്ള ബോൾസിനെ കൊണ്ട് നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സിന് എങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ദാറ്റ് സെറ്റ് ഇസ് ടോട്ടലി ബൗണ്ടഡ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? സം യൂണിയൻ ഐ ഫ്രം 1 to n ബോൾസ് ഓഫ് എക്സ് ഐ
എപ്സിലോൺ. സം എപ്സിലോൺ ബോൾസിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ആയിരിക്കണം അല്ലെ. ആ ഫൈനൈറ്റിനെ യൂണിയൻ കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിലാണ് നമ്മൾ അതിനെ ടോട്ടലി ബൗണ്ടഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ എന്താണ് ഒരു മെട്രിക് സ്പേസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, എവറി കോഷി സീക്വൻസ് ഈസ് കൺവേർജന്റ് അല്ലെ ഇൻ എക്സ് അല്ലെ. സോ എവറി കോഷി സീക്വൻസ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് in X is convergent to a point. എക്സിനകത്ത് തന്നെയുള്ള പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന എല്ലാ കോഷി സീക്വൻസും കൺവേർജ് ചെയ്യുന്നുണ്ട് എങ്കിലാണ് നമ്മൾ അതിനെ കംപ്ലീറ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇനി ഒരു മെട്രിക് സ്പേസിന്റെ കേസിലാണ് നമ്മൾക്ക് ഇവിടെ കണ്ടീഷൻസ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. സോ ഒരു മെട്രിക് സ്പേസിനകത്ത് അത് ടോട്ടലി ബൗണ്ടഡും കംപ്ലീറ്റും ആണ് എങ്കിൽ ദാറ്റ് ഈസ് ഇഫ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് വിൽ ബി കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ സോറി കണക്റ്റഡ് അല്ല, ദാറ്റ് ഇസ് കോമ്പാക്ട് അല്ലെ. കോമ്പാക്ട്നെസിന്റെ എന്ത് കണ്ടീഷനാണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. നമുക്ക് ടോട്ടലി ബൗണ്ടഡ് ആൻഡ് കംപ്ലീറ്റ്, ടോട്ടലി ബൗണ്ടഡ് ആൻഡ് കംപ്ലീറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്തായിരിക്കും, അത് ഒരു കോമ്പാക്ട് സ്പേസ് ആയിരിക്കും. ടോട്ടലി ബൗണ്ടഡ് പ്ലസ് complete implies compact. സോ നമ്മൾക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. നെക്സ്റ്റ്, ദി സെറ്റ് 1/m plus 1/n where m and n belongs to natural numbers, small m small capital N. 1/m and 1/n യൂണിയൻ 0 ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഈ സെറ്റ് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണോ ഓപ്പൺ ആണോ എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. സോ കോമ്പാക്ട്നെസ്സും അതേപോലെ തന്നെ നമുക്ക് എന്തുമാണ് ചെക്ക് ചെയ്യേണ്ടത്, ഓപ്പൺനെസ്സും ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, 1/m പ്ലസ് 1/n സോ 1/n എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും അല്ലെ. സോ ദാറ്റ് ഇസ് അപ്പൊ 1/m പ്ലസ് 1/n എന്തിന്റെ ഇടയിലായിരിക്കും, 0ന്റെയും 2ന്റെയും ഇടയിലായിരിക്കും. കാരണം എമ്മും എന്നും ഞാൻ 1 എടുത്തു കഴിഞ്ഞാൽ 1/1 പ്ലസ് 1/1 ആണ് നമുക്ക് മാക്സിമം വരുന്നുണ്ടാവുക. സോ ദാറ്റ് ഇസ് 2. സോ 1/m പ്ലസ് 1/n എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0 and 2 അല്ലെ. സോ ഈ സെറ്റ് എസ് എന്ന് പറയുന്ന ഈ സെറ്റിനെ ഞാൻ എസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, സോ ദിസ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് 0, 2ന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും അല്ലെ. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് ബൗണ്ടഡ് സെറ്റ് ആയിരിക്കും അല്ലെ. സോ ദ സെറ്റ് ഈസ് ബൗണ്ടഡ് എന്ന് നമ്മൾക്ക് പറയാം. ഓക്കെ, അപ്പൊ ബൗണ്ടഡ് ആണ്. ഇനി ഇതിന്റെ ലിമിറ്റ് പോയിന്റ്സ് നോക്കാം. അപ്പൊ ലിമിറ്റ് പോയിന്റ്സിന്റെ കേസിൽ നമ്മൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ലിമിറ്റ് പോയിന്റ്സ്, സോ ലിമിറ്റ് പോയിന്റ്സിനെ ചെക്ക് ചെയ്യാൻ ഞാൻ എമ്മും എന്നും രണ്ടും ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കും. ആസ് n ടെൻഡിങ് ടു m ആൻഡ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. എമ്മും എന്നും ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എങ്കിൽ ദിസ് 1/m പ്ലസ് 1/n എങ്ങോട്ടേക്കായിരിക്കും പോവുക, m ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/0 അല്ലെ, അതെങ്ങോട്ടേക്കാ പോവുക, സോറി 1/ഇൻഫിനിറ്റി 0യിലേക്കാണ് പോവുക, രണ്ടും 0യിലേക്കാണ് പോവുക. സോ 1/m പ്ലസ് 1/n എങ്ങോട്ടേക്ക് പോകും, 0യിലേക്ക് പോകും. ആൻഡ് ലക്കിലി നമ്മുടെ കയ്യിൽ എസിനകത്ത് യൂണിയൻ 0 ഉണ്ട് അല്ലെ. അപ്പൊ ലിമിറ്റ് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബിലോങ്സ് ടു എസ് ആണ്. ഓൾസോ സപ്പോസ് ഞാൻ ഏതെങ്കിലും ഒന്ന് ഞാൻ ഫിക്സ്, അപ്പൊ 0 ഡെഫിനറ്റ്ലി ഉണ്ട്. സോ ഞാൻ m is equal to 1 ഫിക്സ് ചെയ്തു. സോ നമ്മുടെ സെറ്റ് എങ്ങനെ വരും, 1/1 പ്ലസ് 1/n ഫോർമുല, ദാറ്റ് ഇസ് 1 പ്ലസ് 1/n ഫോർമുല. അപ്പൊ ആസ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എങ്കിലോ, n ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് എങ്കിൽ ദിസ് 1 പ്ലസ് 1/n എങ്ങോട്ടേക്കാ പോവുക, 1 പ്ലസ് 1/n 0യിലേക്ക് പോകും. സോ ഇത് എങ്ങോട്ടേക്ക് പോകും, 1ലേക്ക് പോകും. ഓൾസോ 1 എവിടെയുണ്ട്, നമ്മുടെ സെറ്റിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ 1 ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് എന്താണ്, എഗെയിൻ ദിസ് ഇസ് ഓൾസോ കണ്ടെയ്ൻഡ് ഇൻ എസ് ആയിരിക്കും അല്ലെ. സോ ഈ ഫോമിലായിരിക്കും നമ്മൾക്ക് എന്ത് വരുന്നത്, ഇതിനകത്തുള്ള ലിമിറ്റ് പോയിന്റ്സ് വരുന്നത്. സോ ഓൾ ലിമിറ്റ് പോയിന്റ്സ് ഇതിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്, സെറ്റിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എസ് ഈസ് ക്ലോസ്ഡ് ആണ്. കാരണം എന്താ, എല്ലാ ലിമിറ്റ് പോയിന്റ്സും is contained in the set itself. ആ സെറ്റിനകത്ത് തന്നെ സെറ്റിന്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സും കണ്ടെയ്ൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും, എസ് ക്ലോസ്ഡ് ആണ് അല്ലെ. അപ്പോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, സെറ്റ് ഇസ് ബൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, സെറ്റ് ഇസ്
ക്ലോസ്ഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ആണ് പ്ലസ് ബൗണ്ടഡ് ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്തായിരിക്കും? ദാറ്റ് ഇംപ്ലൈസ് ദിസ് സെറ്റ് ഈസ് കോമ്പാക്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എസ് കോമ്പാക്റ്റും ആണ് ക്ലോസ്ഡും ആണ്. സോ ദിസ് ഇസ് കോമ്പാക്ട് ആൻഡ് ഓപ്പൺ എന്നുള്ളത് ഫോൾസ് ആണ്. നമുക്ക് ക്ലോസ്ഡ് ആണ് കിട്ടിയിരിക്കുന്നത്, കോമ്പാക്ട് ബട്ട് നോട്ട് ഓപ്പൺ. ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ? അതിന്റെ അപ്പൊ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്തിരിക്കുന്നത്? അത് ബൗണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു, അതേപോലെ അതിന്റെ ലിമിറ്റ് പോയിന്റ്സ് അതിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. സോ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇംപ്ലൈസ് ദി സെറ്റ് ഇസ് കോമ്പാക്ട് അല്ലെ? സോ ഓപ്ഷൻ ബി ആണ് നമ്മൾക്ക് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്? അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ, എവറി റെഗുലർ ലിൻഡൽ ഓഫ് സ്പേസ് ഇസ് നോർമൽ, എവറി റെഗുലർ സെപ്പറബിൾ സ്പേസ് ഇസ് നോർമൽ, പ്രൊഡക്റ്റ് ഓഫ് ടു ഹോസ്റ്റ് ഓഫ് സ്പേസ് ഈസ് ഹോസ്റ്റ് ഓഫ്, എവറി റെഗുലർ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഇസ് നോർമൽ. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്തൊക്കെ മനസ്സിലാക്കണം? റെഗുലർ ആണോ എന്നുള്ളത് നോക്കണം അല്ലെ? ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. റെഗുലർ എന്താണ്? ഒരു സ്പേസ് എപ്പോഴാണ് ഒരു സ്പേസ് റെഗുലർ സ്പേസ് ആവുന്നത്? അപ്പോൾ ഒരു സ്പേസ്, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് റെഗുലർ സ്പേസ് ആണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അവിടെയുള്ള ഒരു ക്ലോസ്ഡ് സെറ്റും ഒരു പോയിന്റും. ഒരു ക്ലോസ്ഡ് സെറ്റ് എ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് ഞാൻ എടുത്തു, ആൻഡ് എനി പോയിന്റ് അതർ ദാൻ എ പോയിന്റ് ഔട്ട്സൈഡ് ദിസ് ക്ലോസ്ഡ് സെറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ എന്തായിരിക്കണം? ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഞാനൊരു എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് എ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് എടുത്തു, അതേപോലെ അതിന് വെളിയിലുള്ള നമ്മൾ എന്തെടുത്തു? ഒരു പോയിന്റ് എടുത്തു. ആ രണ്ട് പോയിന്റ് എയും എക്സും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റണം? ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സിനെ കൊണ്ട് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ദാറ്റ് സ്പേസ് ഇസ് കോൾഡ് എ റെഗുലർ സ്പേസ് എന്ന് നമ്മൾക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ റെഗുലർ സ്പേസ് എന്ന് വിളിക്കുന്നത്. എപ്പോഴാണ് നമുക്ക് ഒരു സ്പേസ് നോർമൽ സ്പേസ് ആവുന്നത്? എ സ്പേസ് ഇസ് നോർമൽ ഇഫ് നമ്മളെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ടു ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. അവിടെ നമുക്ക് എന്തുണ്ട്? രണ്ട് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുക്കുക. എ ആൻഡ് ബി എടുത്തു കഴിഞ്ഞാൽ ദീസ് ടു ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ എന്തായിരിക്കണം? ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ? ഇന്റർസെക്ഷൻസ് ഉണ്ടാവരുത്, ഡിസ്ജോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ വി സേ ദാറ്റ് ദീസ് ടു സ്പേസസ് ആർ നോർമൽ സ്പേസസ്. ആൻഡ് എപ്പോഴാണ് അതിനെ ഒരു ലിൻഡൽ ഓഫ് സ്പേസ് എന്ന് വിളിക്കുന്നത്? സോ ഒരു സ്പേസ്, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ലിൻഡൽ ഓഫ് ആവുന്നത് എവറി ഓപ്പൺ കവർ ഹാസ് കൗണ്ടബിൾ സബ് കവർ. എവറി ഓപ്പൺ കവർ ഹാസ് കൗണ്ടബിൾ ആയിട്ടുള്ള സബ് കവർ ഉണ്ട് എങ്കിലാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിനെ ലിൻഡൽ ഓഫ് സ്പേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് എപ്പോഴാണ് ഹോസ്റ്റ് ഓഫ് ആവുന്നത്? ഒരു സ്പേസ് ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്, ആ ടോപ്പോളജിക്കൽ സ്പേസിനെ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് നേരത്തേക്ക്? ഓപ്പൺ ക്ലോസ്ഡ് സെറ്റും ഒരു പോയിന്റും ആണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? ആൻഡ് എനി ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എടുക്കുക. എക്സും വൈയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? ഡിസ്ജോയിന്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് സെറ്റ് ഇസ് എ ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ എന്തായിരിക്കണം? ഇതിന്റെ ഈ ഇന്റർസെക്ഷൻ എഗെയിൻ യുവും വിയും ആണ് അതിന്റെ ഓപ്പൺ സെറ്റ്സ് എങ്കിൽ യു ഇന്റർസെക്ഷൻ ബി എവിടെ? ഓപ്പൺ ആയിരിക്കണം. സോറി, ഇന്റർസെക്ഷൻ ബി നോൺ എംപ്റ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്പേസിനെ നമ്മൾ എന്ത് വിളിക്കും? ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ഇത് തമ്മിലുള്ള കണക്ഷൻസ് ആണ് ഇനി നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓൾസോ റെഗുലർ പ്ലസ് ലിൻഡൽ ഓഫ് സ്പേസ് എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് എന്തായിരിക്കും? അതൊരു നോർമൽ സ്പേസ് ആയിരിക്കും. ഓക്കെ. സോ ഓപ്ഷൻ എ നമ്മൾക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ റെഗുലറും സെപ്പറബിൾ സ്പേസും ഡസൻറ്റ് ഇംപ്ലൈ അത് നോർമൽ ആവുമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഏത് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ എ ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സിനെ കൊണ്ട്, ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സിനെ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ് സെറ്റ് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു ഹോസ്റ്റ് ഓഫ് സ്പേസ് എന്ന് വിളിക്കുന്നത് അല്ലേ? സോ
രണ്ട് ഹോസ്റ്റ് ഓഫ് സ്പേസിന്റെ പ്രോഡക്റ്റ് വീണ്ടും നമുക്ക് എന്തായിരിക്കും ഹോസ്റ്റ് ഓഫ് ആയിരിക്കും. ദാറ്റ് മീൻസ് എഗെയിൻ നമ്മൾ ആ പ്രോഡക്റ്റിനകത്തുള്ള രണ്ട് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ സെറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ, സെപ്പറേറ്റ് ചെയ്ത് ഓപ്പൺ സെറ്റ്സിനെ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ പ്രോഡക്റ്റ് ഓഫ് ടു ഹോസ്റ്റ് ഓഫ് സ്പേസ് ഇസ് ഓൾസോ ഹോസ്റ്റ് ഓഫ് ആൻഡ് എവരി റെഗുലർ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ്. അപ്പൊ എന്താണ് സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ്? സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് എന്ന് പറയുന്നത് ഈസ് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആവണമെങ്കിൽ എന്തായിരിക്കണം, കൗണ്ടബിൾ ബേസ് ആയിരിക്കണം അതിൽ അല്ലെ. കൗണ്ടബിൾ ബേസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും, ദാറ്റ് സ്പേസ് ഇസ് എ സെക്കൻഡ് കൗണ്ടബിൾ. ആൻഡ് എവറി സെക്കൻഡ് റെഗുലർ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് എന്ന് പറയുന്നത് നോർമലും ആയിരിക്കും. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. സോ ഓപ്ഷൻ ബി മാത്രമാണ് നമ്മൾക്ക് ഇവിടെ ഫോൾസ് ആയിട്ടുള്ളത്. അതായത് റെഗുലറും സെപ്പറബിളും ആണ് എന്ന് വിചാരിച്ച് ആ സെറ്റ് നമ്മൾക്ക് നോർമൽ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് ദി ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഹിയർ. Next question, which of the following statement is not correct? അപ്പോൾ ഇവിടെ connectedness is a hereditary property. Connectedness is not a weakly hereditary property. C is dense subset of a topological space X, and if C is connected, then X is connected. Compactness is a weakly hereditary property. അപ്പോൾ എന്താണ് ഒരു hereditary property എന്ന് പറയുന്നത്? സോ ഒരു പ്രോപ്പർട്ടി ഹെറിഡിറ്ററി ആവണം എങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, അതൊരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയണമെങ്കിൽ എനി ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്, അതിന്റെ എവറി സബ് സ്പേസസും ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആൻസിസ്ട്രി ആയിട്ട് നമുക്കത് മുന്നോട്ട് പോകുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയാം അല്ലെ, ഹെറിഡിറ്ററി ആയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിന്റെ പ്രോപ്പർട്ടി അതിന്റെ എല്ലാ സബ് സ്പേസിനും അതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയാം അല്ലെ. അപ്പോൾ ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, മെട്രിസബിലിറ്റി എന്ന് പറയുന്നത്. അതെ, മെട്രിസബിലിറ്റി, അതേപോലെ ഫസ്റ്റ് കൗണ്ടബിലിറ്റി, സെക്കൻഡ് കൗണ്ടബിലിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ കോമ്പാക്ട്നെസ് ഉണ്ട്, കോമ്പാക്ട്നെസ്, കണക്റ്റഡ്നെസ്, അതുപോലെ സെപ്പറബിലിറ്റി. സെപ്പറബിൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എന്താണ്, ദീസ് ആർ നോട്ട് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. ഇതൊന്നും എന്തല്ല, ഹെറിഡിറ്ററി പ്രോപ്പർട്ടീസ് അല്ല. അപ്പോ കണക്റ്റഡ്നെസ് ഈസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ദാറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഓപ്ഷൻ എ നമുക്ക് എന്താണ്, ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. സോ നമ്മൾക്ക് ആൻസർ നമുക്ക് ഇവിടെ എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും. അപ്പോൾ കണക്റ്റഡ്നെസ് ഒരു വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണോ? അപ്പൊ എന്താണ് ഒരു വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി? ഒരു വീക്ക്ലി ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന്റെ എല്ലാ സബ് സ്പേസസും ആണ് എങ്കിൽ നമ്മൾ എന്താണ്, അത് ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇതാണ് എപ്പോഴാണ് അത് വീക്ക്ലി ഹെറിഡിറ്ററി ആവുന്നത്. വീക്ക്ലി ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായിരിക്കണം, അതിന്റെ ഒരു ക്ലോസ്ഡ് സബ് സ്പേസിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും, ദാറ്റ് ഈസ് വീക്ക്ലി ഹെറിഡിറ്ററി എന്ന് പറയും. ഓക്കെ, പക്ഷേ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ് സ്പേസിലും എന്താവില്ല, കണക്റ്റഡ് ആവണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ എടുക്കുന്നത് -1 എന്ന് പറയുന്ന ഈ സെറ്റ് ആണ്. ഇത് നമ്മൾക്ക് ആറിന്റെ ഒരു സബ് സ്പേസ് ആണ്. സോ നമുക്ക് -1 എന്ന് പറയുന്ന സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഇതെന്താണ്, ദിസ് ഇസ് കണക്റ്റഡ് അല്ലെ, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണല്ലോ, ആണ്. സോ ഇതിന്റെ ഞാനൊരു സബ് സ്പേസ് എടുക്കുന്നത് ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് തന്നെ എടുക്കാം. -1 0 യൂണിയൻ 0 1 എടുത്തു. ഓക്കെ, സോ ഇത് നമുക്ക് എന്താണ്, ദിസ് ഇസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ആണ് അല്ലെ. ആൻഡ് ഇത് പക്ഷെ നമുക്ക് എന്താണ്, രണ്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. സോ ദിസ് ഇസ് ഡിസ്കണക്റ്റഡ്, എന്താണ്, ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ളൊരു സെറ്റ് ആണ്. പക്ഷെ നമ്മൾ എന്തെടുത്തു, ഒരു കണക്റ്റഡ് സെറ്റ്, ഒരു സെറ്റ് എടുത്തു, അത് കണക്റ്റഡ് ആണ്, പക്ഷെ അതിന്റെ ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പക്ഷെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, ഡിസ്കണക്റ്റഡ്. അപ്പോൾ ദാറ്റ് മീൻസ് കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് ഒരു വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി പോലും അല്ല അല്ലെ, ഹെറിഡിറ്ററിയും അല്ല, വീക്ക്ലി ഹെറിഡിറ്ററി അല്ല നമുക്ക് എന്ത്, കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്. സോ കണക്റ്റഡ്നെസ് ഇസ് നോട്ട് എ വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്ക് എന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾക്ക് നോട്ട് ട്രൂ ആണ്,
കണ്ടുപിടിക്കേണ്ടിയിരുന്നത് അല്ലെ. സോ ഓപ്ഷൻ എ എന്താണ്, നമുക്ക് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബി നമുക്ക് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് കോമ്പാക്ട്നെസ് ഈസ് എ വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. കോമ്പാക്ട്നെസ് എന്തായിരിക്കും, വീക്ക്ലി ഹെറിഡിറ്ററി ആയിരിക്കും. അതായത് അതിന്റെ ഒരു സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് അല്ല, ക്ലോസ്ഡ് സബ്സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, അത് ദാറ്റ് ഇസ് അഗെയിൻ കോമ്പാക്ട് ആയിരിക്കും അല്ലെ. സോ അത് വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ്. ഇനി ഓപ്ഷൻ സി നോക്കുക. ഇഫ് അപ്പോ കോമ്പാക്ട്നെസ് ഇസ് എ വീക്ക്ലി ഹെറിഡിറ്ററി ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇഫ് സി ഇസ് എ ഡെൻസ് സബ്സെറ്റ് ഓഫ് എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ആൻഡ് ഇഫ് സി ഇസ് കണക്റ്റഡ് ദെൻ എക്സ് ഇസ് കണക്റ്റഡ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ സി നമുക്ക് എന്താണ്, ഒരു ഡെൻസ് സബ്സെറ്റ് ആണ്. ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് അതിന്റെ സി എന്താണ്, ഡെൻസ് ആണ്. സി ഡെൻസ് ആണ് എങ്കിൽ സിയുടെ ക്ലോഷർ എന്തായിരിക്കും, എക്സ് തന്നെയായിരിക്കും അല്ലെ. സി ഈസ് ഡെൻസ് എന്ന് തന്നിട്ടുണ്ട്. ഇനി സെറ്റ് ഇസ് ഡെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റിന്റെ ക്ലോഷർ ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും അല്ലെ. സോ സി ഈസ് ഡെൻസ് ആണ്, സി ഈസ് കണക്റ്റഡ് ആണ്. അപ്പൊ സി കണക്റ്റഡും ആണ് എങ്കിൽ സി ക്ലോഷർ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. ദാറ്റ് മീൻസ് എക്സ് എന്തായിരിക്കും, എക്സ് ഇസ് കണക്റ്റഡ് അല്ലെ. സോ ദിസ് ഇസ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ നമ്മൾക്ക് ബി സി ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൺലി റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, കണക്റ്റഡ്നെസ് ഇസ് എ ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്നുള്ളതാണ് നമ്മൾക്ക് എന്ത്, ദാറ്റ് ഇസ് ദി കറക്റ്റ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എക്സ് ടോ ഇസ് എ ഹോസ്റ്റ് ഓഫ് ആൻഡ് എക്സ് ഇസ് ഫൈനൈറ്റ്. ദെൻ ടോ എന്താണെന്നാണ് ചോദ്യം. ടോ എന്ന് പറയുന്ന ടോപ്പോളജി ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആയിരിക്കോ, കോ ഫൈനൈറ്റ് ടോപ്പോളജി ആണോ, ഫൈനൈറ്റ് ടോപ്പോളജി ആണ്, ഓർ ഓൾ ഓഫ് ദിസ് എന്നുള്ളതാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒരു എക്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് ഉണ്ട്. ആൻഡ് നമ്മൾക്ക് എക്സ് ഹോസ്റ്റ് ഓഫ് ആണ് അല്ലെ. സോ ഒരു സ്പേസ് എപ്പോഴാണ് ഹോസ്റ്റ് ഓഫ് സ്പേസ് ആവുന്നത്, സോ സെറ്റ് ഹോസ്റ്റ് ഓഫ് ആണ് എങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് എക്സിൽ നമ്മളുടെ 2 പോയിന്റ്സ് എടുക്കാം അല്ലെ. എനി 2 പോയിന്റ്സ് എക്സും വൈയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഡിസ്ജോയിന്റ് ആയിട്ട് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സേ യു ആൻഡ് വി അല്ലെ. അതായത് ഞാൻ എന്തെടുത്തു, എക്സ് വൈ എന്ന് പറയുന്ന എലമെന്റ്സ് എടുത്തു, രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആയിട്ടുള്ള 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് എക്സിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ്, അതേപോലെ തന്നെ വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് നമുക്ക് എന്തുണ്ടാവും, എക്സിനകത്ത് ഉണ്ടാവും. യുവും വിയും എന്താണ്, ഓപ്പൺ സെറ്റുകളാണ്. ആൻഡ് യു ഇന്റർസെക്ഷൻ വി എന്ന് പറയുന്നത് ഈസ് എം ടി അല്ലെ, നോൺ എം ടി അല്ല, എം ടി ആയിരിക്കും അല്ലെ. അതിന്റെ ഡിസ്ജോയിന്റ് ആണ്. ഡിസ്ജോയിന്റ് മീൻസ് അതിന്റെ ഇന്റർസെക്ഷൻ ഇസ് എം ടി. അങ്ങനെയുള്ള ഒരു 2 ഓപ്പൺ സെറ്റ് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു സെറ്റിന് ആലോചിക്കുക. അപ്പൊ ഞാൻ എടുക്കുന്ന സേ വൈ എന്ന് പറയുന്നത് എക്സ്, ദിസ് ഇസ് എക്സ് ഓക്കെ. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലെ. അപ്പൊ എക്സ് അതുപോലെ വേറെ വൈ സെറ്റ് എക്സെട്ര നമ്മൾക്ക് ഫൈനൈറ്റ് എക്സ് ഫൈനൈറ്റ് ആണ്. സോ ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓപ്പൺ സെറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ എക്സിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിന്റെ ഒരു ഓപ്പൺ സെറ്റ്സുകൾ ഉണ്ടാവുമല്ലോ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെനി ഓപ്പൺ സെറ്റ്സുകൾ ഉണ്ടാവും അല്ലെ. എനിക്ക് പല രീതിയിൽ നമുക്ക് ഓപ്പൺ സെറ്റ്സ് നമുക്ക് ഉണ്ടാക്കാം. സോ ഇതൊക്കെ നമുക്ക് ഓപ്പൺ സെറ്റ്സുകളായിരിക്കും. സോ ഞാൻ ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റ്സും എടുത്തു, അതിന്റെ ഇന്റർസെക്ഷൻ എടുത്തു, ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് യുകൾ എടുത്തു. വേർ എക്സ് ബിലോങ്സ് ടു എന്താണ്, യു ആണ്. അതായത് യുവിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, സോ ഫൈനൈറ്റ് ആണ്. സോ ഐ ഫ്രം 1 to n എന്ന് പറയാം അല്ലെ. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് അവിടെ എക്സ് തന്നെ ഫൈനൈറ്റേ ഉള്ളൂ. സോ ഫൈനൈറ്റ് ഓർ ലെറ്റ് ഇറ്റ് ബി ഇൻഫൈനൈറ്റ് ആയിക്കോട്ടെ. ഇൻഫൈനൈറ്റ് ഓർ ഫൈനൈറ്റ് ആയി കഴിഞ്ഞാലും ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് വിച്ച് കണ്ടെയ്നിങ് എക്സ്, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ അത് എന്തായിരിക്കും, ഈ എക്സിനെ മാത്രമേ കണ്ടെയ്ൻ ചെയ്യുള്ളൂ. കാരണം എന്താ, നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സും വൈനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു 2 നെയ്ബർഹുഡാണ്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന നമുക്ക് ഓപ്പൺ സെറ്റ്സുകൾ അവിടെ ഉണ്ട് അല്ലെ. സോ എല്ലാ ഓപ്പൺ സെറ്റ്സിലും നമുക്ക് ഏതെങ്കിലും പോയിന്റ് മിസ്സിംഗ് ആയിരിക്കും. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇന്റർസെക്ഷനിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ
അല്ലെ? അപ്പോൾ ദാറ്റ് മീൻസ് ഇങ്ങനെ നമുക്ക് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സിംഗിൾട്ടൺ സെറ്റ് എക്സ് കിട്ടും. ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇസ് ഓപ്പൺ. സോ ദാറ്റ് മീൻസ് ദിസ് സിംഗിൾട്ടൺ സെറ്റ് എന്താണ്? ഇസ് ഓപ്പൺ. അല്ലേ? സോ ദിസ് ഈസ് ഓപ്പൺ, സിംഗിൾട്ടൺ സെറ്റ് ഈസ് ഓപ്പൺ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എക്സ്. എക്സിനകത്തുള്ള ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും സിംഗിൾട്ടൺ സെറ്റ് എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ. സിംഗിൾട്ടൺ സെറ്റ് എക്സ് ഇസ് ഓപ്പൺ മീൻസ് ദാറ്റ് ബിലോങ്സ് ടു ദി ടോപ്പോളജി ടോ. ടോക്കകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി. എങ്ങനെ പറയാം? ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, എക്സ് വിത്ത് പി ഓഫ് എക്സിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. ടോപ്പോളജി ഈസ് എ ടോപ്പോളജി ടോ എന്ന് പറയുന്നത് നമുക്ക് എന്താ, പവർ സെറ്റ് ഓഫ് എക്സിന്റെ സബ്സെറ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എടുക്കുന്നത് ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. ഇവിടെ സിംഗിൾട്ടൺ എക്സ് ഞാൻ എടുത്തു. എവറി സിംഗിൾട്ടൺ സെറ്റ് എക്സ് ആണ് എങ്കിൽ എക്സും വൈയും നമ്മൾ, അപ്പൊ സിംഗിൾട്ടൺ സെറ്റ് എക്സ് ബിലോങ്സ് ടു ടോ ആയിരിക്കും. അതേപോലെ സിംഗിൾട്ടൺ സെറ്റ് വൈ ബിലോങ്സ് ടു ടോ ആയിരിക്കുമല്ലോ, അല്ലേ? സോ രണ്ട് ടോപ്പോളജിക്കൽ സ്പേസ് ആവണമെങ്കിൽ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഷുഡ് ബിലോങ്സ് ടു ടോപ്പോളജി. സോ ദാറ്റ് മീൻസ് ഇതിന്റെ യൂണിയൻ, ആർബിട്രറി യൂണിയൻ ആൻഡ് ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. ഇപ്പൊ ഇന്റർസെക്ഷൻ ഇവിടെ എം ടി ആണ്. യൂണിയൻ എടുക്കുക, എക്സ് വൈയുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ the set xy കിട്ടും. that should also belongs to topology. ടോപ്പോളജി ആണ് എങ്കിൽ എക്സ് വൈ സിംഗിൾട്ടൺ സെറ്റ് എക്സ് സിംഗിൾട്ടൺ സെറ്റ് വൈ ഉണ്ട് എങ്കിൽ അതിന്റെ യൂണിയൻ ഡെഫിനറ്റ്ലി ടോപ്പോളജിക്കകത്ത് ബിലോങ് ചെയ്യണം, അല്ലെ? സോ ദി സെറ്റ് എക്സ് വൈ എന്ത് ചെയ്യണം? ടോപ്പോളജിക്കകത്ത് ബിലോങ് ചെയ്യണം. ഇങ്ങനെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും, എക്സ് എന്ന് പറയുന്ന സെറ്റിന്റെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും സിംഗിൾട്ടൺ സെറ്റുകൾ ഇതിനകത്തുണ്ട് എങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു x is equal to some x1, x2, etc. some xn ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ x1, x2 സിംഗിൾട്ടൺ സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? ഈ സിംഗിൾട്ടൺസ് x2, etc. സിംഗിൾട്ടൺ സെറ്റ് xn എന്തിലുണ്ട്? ടോപ്പോളജിയിനകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതിന്റെയൊക്കെ യൂണിയൻസ് എന്തിൽ ബിലോങ് ചെയ്യണം? കാരണം ടോപ്പോളജിയാണ്. ടോപ്പോളജിക്കകത്ത് ഇത് ബിലോങ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷനും ആർബിട്രറി യൂണിയനും എല്ലാം നമുക്ക് അതിനകത്ത് ബിലോങ് ചെയ്യണം. ദാറ്റ് മീൻസ് എൻ്റയർ പി ഓഫ് എക്സ് എന്തായിരിക്കും? ഈ ടോപ്പോളജി എന്ന് പറയുന്നത് എൻ്റയർ പി ഓഫ് എക്സ് ആയിരിക്കും. എല്ലാ സബ്സെറ്റ്സുകളും ടോപ്പോളജിക്കകത്ത് ഓപ്പൺ സെറ്റ്സുകളായിരിക്കും. ഇത് ടോപ്പോളജിക്കകത്ത് ബിലോങ് ചെയ്യുന്നുണ്ട്. ടോപ്പോളജിക്കകത്ത് ബിലോങ് ചെയ്യുന്ന സെറ്റിനെയാണ് നമ്മൾ ഓപ്പൺ സെറ്റ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദി ടോപ്പോളജി തന്നെയായിരിക്കും. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു ദി ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഡിസ്ക്രീറ്റ് ടോപ്പോളജി, അല്ലേ? സോ ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറയാം. ഫൈനൈറ്റ് ടോപ്പോളജി കോഫൈനൈറ്റ് ടോപ്പോളജി ആവില്ല. കോഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ഫൈനൈറ്റ് എന്നാ, അല്ലേ? നമുക്കിവിടെ എക്സിന് ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് അതൊരു ഡിസ്ക്രീറ്റ് ടോപ്പോളജി ആണ് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാൻ പറ്റുക. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പോളജി റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സെഷനിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ മാക്സിയോണിന് നമ്മൾ പറഞ്ഞു ടെസ്റ്റ് സീരീസിലെ ബാച്ച് 25th മാർച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൽ നമ്മൾക്ക് 2 ടൈപ്പ് ബാച്ചസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഇസ് എക്സ്ട്രാ മൈൽ ബാച്ച് ആൻഡ് സെക്കൻഡ് വൺ ഇസ് സ്പ്രിന്റ് ബാച്ച്. എക്സ്ട്രാ മൈൽ ബാച്ചിൽ രണ്ടിലും 30 days എക്സാം സീരീസ് ആണ്. എക്സ്ട്രാ മൈൽ ബാച്ചിലേക്ക് വരുവാണ് എങ്കിൽ നമ്മൾക്ക് അവിടെ 30 days എക്സാം സീരീസ് പ്ലസ് അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ വീഡിയോസും വിത്ത് മെന്റർ സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും ടുഗെദർ വിത്ത് മോക്ക് ടെസ്റ്റുകൾ. അതേപോലെ അതിൽ നിന്ന് സ്പ്രിന്റിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഓൺലി ഈ എക്സാം 30 days എക്സാംസ് പ്ലസ് 3 മോക്ക് ടെസ്റ്റുകൾ ആയിരിക്കും നമ്മൾക്ക് ഇവിടെ വരുന്നുണ്ടാവുക വിത്ത് ഓൺലി ആൻസർ കീസ്. സ്പ്രിന്റിലേക്ക് വരുമ്പോൾ ആൻസർ കീസ് മാത്രമാണ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ വേണമെന്നുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മൈൽ ബാച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ 2 രീതിയിലാണ് നമ്മളുടെ ബാച്ചസ് വരുന്നത്. മോർ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. സോ ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്